ഹായ് ഓൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കാവ്യലക്ഷ്മി. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്. ഉത്സവം കൂടാൻ വന്നതാണ്. പതിവിലത്തെ കാഴ്ചകളിലൊരു വ്യത്യാസമില്ലേ. ഇത് രണ്ട് നാടായത് തന്നെ കാഴ്ചകളിലും വ്യത്യാസം ഉണ്ടാവും, സ്ലാങ്ങിലും വ്യത്യാസം ഉണ്ടാവുമേ. കുഞ്ഞാണെങ്കിൽ മേത്തൂന്ന് ഇറങ്ങുന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ വെച്ച് ഞാൻ അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. കാർത്തിയിട്ട് കുഞ്ഞു അപ്പുറത്തെ മാമൻ്റെ അടുത്തേക്ക് പോയി. അപ്പം മാമൻ്റെ അടുത്ത് നിന്നപ്പോൾ മാമൻ ഭയങ്കര ഓരോ കളിപ്പാട്ടം കൊടുത്ത് കളിപ്പിക്കലായിരുന്നു. അവർ രണ്ടുപേരും കൂടി ടി വി കണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ആൾ ഉഷാറായി. പിന്നെ കുറച്ച് നേരം ഭയങ്കര ഉറക്കമായിരുന്നു. മാമൻ്റെ വീട് പണി നടക്കാതെ കാരണം എല്ലാം കൂട്ടി ഒതുക്കി വെച്ച് ഇങ്ങനെ ഒരു കാഴ്ച കേട്ടോ. അവരുണ്ടെങ്കിലും ടി വി കാണായിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചപ്പാടുണ്ട്. വേസ്റ്റ് കൊണ്ടിട്ടപ്പോഴേ അവർ പറന്ന് വേഗം വന്നതാണ്. അത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. അത് ആ ഭാഗത്തോട്ടാണ് കൂടുതലും കാണാറ്. പിന്നെ റിമോട്ട് കാർ വെച്ച് ഭയങ്കര കളിയായിരുന്നു. അത് താഴെയും വയ്ക്കത്തില്ല, കുഞ്ഞു ഓടിക്കത്തുമില്ല. അങ്ങനെ വെച്ച് കളിയായിരുന്നു. രണ്ടുപേരും കൂടി അതിന് വേണ്ടി ഗുസ്തിയായിരുന്നു. അവരുടെ തമ്മിലുള്ള വർത്താനമൊക്കെ കേൾക്കണമായിരുന്നു. അതൊന്ന് കേട്ട് നോക്ക്. പോയി രസകരമായ കാഴ്ച. ഞങ്ങളേ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് ക്രാഫ്റ്റ് ചെറിയൊരു പണി ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അറിയൊന്നുമില്ല, ജസ്റ്റ് ഒരു പരീക്ഷണം. യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. സക്സസ് ആവില്ലയോ എന്നറിയില്ല, ചെയ്ത് നോക്കാം. മണി പ്ലാന്റൊക്കെ നടാനേ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ കുപ്പിയിൽ ചെയ്യുമ്പോഴേ. എനിക്കിങ്ങനെ തോന്നുന്നു. കുറേ ഞാൻ കണ്ടു, കുറേ പേരൊക്കെ ചെയ്യുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കവറിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് നമുക്ക് ആദ്യം തന്നെ കീറിയെടുക്കാം. ഞങ്ങൾക്ക് രാവിലെ തോന്നിയൊരു ഐഡിയ, ഒരു 2 മിനിറ്റ് പത്ത് കുപ്പി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൊടുക്കട്ടെ. ഇനി മുകളിലോട്ട് കയറട്ടെ. കത്രികയ്ക്ക് അതിങ്ങനെ മുകളിലോട്ട് കയറി കൊടുക്കണം. നോക്കില്ലേ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പം മുഴുവനായിട്ട് അങ്ങോട്ട് മുറിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ എവിടം വരെയാടാ? അവിടെ അല്ല, മുഴുവൻ മുറിക്കണ്ട, ഇവിടം വരെ പോകണ്ടേ? അപ്പം അത് എത്തില്ല. ഇനി ഈ ബ്ലേഡ് കൊണ്ട് ചെയ്ത് നോക്കാം. തിരിച്ചു പിടിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പം ഓക്കെ. ഇനി ഇത് മുറിക്കണ്ടേ? ഇത് കത്രിക കൊണ്ട് മുറിക്കാം അല്ലേ? വട്ടം മുറിക്കണ്ടേ? ഇനി ഇതുണ്ടല്ലോ, ഈ വശം നമ്മുടെ ഈ ബോട്ടിലിൽ കട്ട് ചെയ്ത് ഈ പീസിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇത് അടപ്പ് വെച്ചിട്ട് അത് നന്നായി അടച്ചൊന്ന് കൊടുക്കണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ ബ്ലേഡ് വെച്ച് നോക്കുമ്പോൾ അതങ്ങോട്ട് സക്സസ് ആവണില്ല. വട്ടം വരച്ച് വയ്ക്കും, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് എത്തില്ല.
അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും വിചാരിച്ചു ഈ ഒരു പ്രയോഗം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സക്സസ് ആവുമെന്ന് അറിയില്ല, ഇതും പരീക്ഷിച്ച് നോക്കാം. ഇതൊക്കെ ചെയ്തതാണ് നിങ്ങളൊരു ക്രാഫ്റ്റ് ചെയ്യുക, ഒരു ക്രാഫ്റ്റ് ചെയ്യുക. ഇത് എനിക്കിനി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഇതിന് കട്ട് ചെയ്യാം. കിട്ടുമോ? ഇനി ഈ ഭാഗം ഇതിലേക്ക് കയറ്റി കൊടുക്കാം. അയ്യോ ചെറുതാടാ. ആ ഓക്കെ, കാണുമോ? കണ്ടോ? ഇതുപോലെ ഞങ്ങൾ 2 ബോട്ടിൽ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുള്ളത് 2. ഇനി നമുക്കിതിൽ മണി പ്ലാന്റ് ഇട്ടിട്ട് ഇവിടെ ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. കുഞ്ഞിൻ്റെ തോളിൽ തന്നെയായിരുന്നു. കുഞ്ഞിനെയും കുട്ടി പിന്നെ മണി പ്ലാന്റിൻ്റെ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കാൻ പോയില്ല. വലിയ പറഞ്ഞ മുറിച്ചെടുത്ത് ഇതിന്ന് ഇനി നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ശരിക്കും ഉണ്ടല്ലോ മണി പ്ലാന്റ് ഇത് ഇങ്ങനൊരു തണ്ടും ഒരിലയും കൂടെ വെച്ചാലും മണി പ്ലാന്റിൻ്റെ ഇതിൽ നിന്ന് പൊട്ടി കിളിച്ച് തന്നെ ഉണ്ടായിക്കോളും. വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആ തണ്ട് ഒരില മാത്രം ഉണ്ടായാലും ഇത് പൊട്ടി കിളിച്ച് ഉണ്ടായിക്കോളും. അവിടെ ഇഷ്ടം പോലെ മണി പ്ലാൻ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണേ അത് സെറ്റ് ചെയ്യാനായിട്ട്. 2 ഇതുപോലെ ഉണ്ടാക്കിയതിലേ ഒരെണ്ണം കേടായിപ്പോയി. മീൻസ് ബ്ലേഡ് കൊണ്ടങ്ങാണ്ട് മുറിഞ്ഞ് വെള്ളം ലീക്കായിരുന്നു. ലാസ്റ്റ് ഇനി ഒരെണ്ണുള്ളൂ. ഇത് പക്ഷെ ലീക്കൊന്നുമില്ല. ഇനി ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഹാങ് ചെയ്ത് നോക്കാം. മറ്റേ പ്ലാൻ ഞങ്ങൾക്ക് മുറിച്ച് സെറ്റാക്കാം. ഞാൻ 2 ഇല വെച്ചിട്ട് അതിലേക്ക് 4 ഇലക്കുള്ളത് വേണം. ഇതൊരു തണ്ടാക്കിയെടുത്തു, വലിയതാക്കിയിടാം. ഇതൊരു തണ്ട് അങ്ങനെ 3 തണ്ട് സെറ്റാക്കി നമുക്ക് അതിലേക്ക് വെള്ളം നിറച്ചിട്ട് വെച്ച് വെക്കാം. ഇത് ഞാൻ ആദ്യമേ അഴിച്ചെടുക്കാം. ഇത് അഴിച്ച് ഇതിൽ വിറ്റിട്ട് വേണം അത് നമ്മൾ ആക്കാൻ. ചേട്ടാ മോളിൽ കയറി ചേട്ടാ. ഓക്കെ, ആ തുണി എടുക്കും തുടയ്ക്കാം. ആ തുണി എടുക്കും തുടയ്ക്കാം. ഇനി മണി പ്ലാന്റ് വെക്കും. അയ്യോടാ തണ്ടില്ല, സോറി കേട്ടോ, ഞാൻ ഈ വീഡിയോസൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അത് കാലമാണ് ഈ വീഡിയോസ് മുഴുവൻ ഇടുന്നത്. എല്ലാം ഒറ്റയ്ക്കലും എടുത്തതാണ്. ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഹൊറിസോണ്ടൽ എടുക്കാതെ. സോറി കേട്ടോ, ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അത് കാരണം ഇത് അമ്പലത്തിൽ നിന്ന് ഒന്ന് കടന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് മധുരമൊക്കെ കൂടുതലുണ്ട്. അതെ അതെ, കുറച്ച് പോകുമ്പോഴേ ഇരിക്കണപ്പോഴേ ഷെയ്ക്ക് അടിക്കാൻ തോന്നി. അപ്പോൾ അത്യാവശ്യം അതിലേക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 4 എണ്ണം പോകുമ്പോഴും അതിലിട്ട് പിന്നെ ഒരു കവറ് പാല് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ 2 കവറ് പാല് മേടിക്കാൻ നല്ലത്. ഞങ്ങൾ 2 കവറ് മേടിച്ചു. പക്ഷേ അത് വെള്ളം പോലെയായിരുന്നത്. ഏറ്റവും നല്ലത് കട്ടപ്പാലാണ് നല്ലത്. കുറച്ചൊരു ഇത് ഫ്രീസറിലെടുത്ത് വെച്ചേ. അപ്പോൾ ചെറിയ തോതിൽ കട്ടി പിന്നെ ഒക്കെ വെള്ളമായിരുന്നു. ഏറ്റവും ടേസ്റ്റ് കൂടുതൽ തോന്നുക കട്ടയായ പാല് അതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ നല്ലത്. നന്നായി കട്ടയാകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ അതിലിട്ട് കൊടുക്കുക. എന്നാലേ ഒന്ന് വേഗം ഒന്ന് അരങ്ങി കിട്ടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചു. ഞാൻ അതിൽ വെള്ളം ചേർക്കലേ ഇല്ല. പിന്നെ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് കവർ ഇതാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ ഇച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് ഒഴിക്കും. ചിലപ്പോൾ ഞാനിതൊന്നും ചേർക്കത്തില്ല, വെള്ളം ഒഴിക്കാണ്ടേ അങ്ങനെ എടുക്കും. അതാണ് കുറച്ചും കൂടെ നല്ലത്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്യാം. പിന്നെ അതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റ് ഞാൻ പൊട്ടിച്ച് ഇടുകയാണ്. അത് ഇപ്പോൾ നമ്മൾ 3 പേര് 2 പേരുള്ളെങ്കിൽ 1 പാക്കറ്റ് ബൂസ്റ്റ് മതിയാവും. നമ്മളിപ്പോൾ ആൾക്കാർ എണ്ണം ഉണ്ട്, ഒരു 5 പേരോ 6 പേരോ ഒക്കെ ഉണ്ടെങ്കിൽ 2 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് നല്ലത്. ഇതിന് ഹോർലിക്സിനെക്കാട്ടിലും നല്ലത് എനിക്ക് കൂടുതലും
നമ്മൾ കഴിച്ചിട്ടുള്ളതും ബൂസ്റ്റ് ഇട്ടിട്ടാണ്. ഹോർലിക്സ് ഇട്ട് അടിക്കുമ്പോഴേ നമുക്കങ്ങനെ ടേസ്റ്റ് അറിയാനും പറ്റത്തില്ല. അതൊരു വേറൊരു ടേസ്റ്റായി മാറും. ബാക്കിയുണ്ടായിരുന്ന പാലും കൂടെ അതിലേക്ക് ഞാൻ ഇട്ടതിന് ശേഷം ഒരു നമ്മുടെ പാകത്തിന് 3-4 സ്പൂണ് മധുരം ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും. ആ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചെടുക്കും. ചെറിയൊരു ചത അപ്പം നമ്മൾ കടിക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറിയ ചെറിയ പീസ് ഇട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് ഇവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് അതിലേക്ക്. കട്ട് ചെയ്യാത്ത പാലായത് കാരണം കുറച്ച് നേരം ഫ്രീസറിലേക്ക് തണുക്കാൻ വെച്ചു. ഗ്ലാസ്സിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. അർവിയെ കൊള്ളാവോ കൊള്ളോ കൊള്ളാവോ 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 സൂപ്പർ.